2002 ഔദ്യോഗികമായി പോലും പോയത്. 2099 മുതലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. കഴിഞ്ഞൊരു 10-22 കൊല്ലം, 25 കൊല്ലം ഏകദേശം കൂട്ടിക്കൂടി. ഈ 22 കൊല്ലങ്ങൾ കൊണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്രിയാത്മകമായി ചെയ്യാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കണം. ക്രിയാത്മകമായിട്ട് ഈ 22 കൊല്ലം കൊണ്ട് എന്തു ചെയ്യാൻ സാധിച്ചു? തൗഹീദ് പ്രഭാഷണം പോലും മര്യാദ നടത്താൻ പറ്റില്ല. നടത്ത വയലൊക്കെ എന്താ? എല്ലാം ജിന്നെ സിഹർ ഇതല്ലാത്തൊരു വയൽ 22 കൊല്ലങ്ങൾ പറഞ്ഞേക്കണം. അത് ദുര്യോഗമല്ലേ? നിങ്ങൾ മുജാഹിദ് പറയുന്നല്ലാതെ എന്തെല്ലാം ശിർക്കും ഖുറാഫാത്ത് നാട്ടിലുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ഒന്നും ഇല്ല. നിങ്ങൾ യൂട്യൂബ് കേട്ട് അയ്യമ്മൻ്റെ പേര് നടച്ചോക്കാണി ജിന്നു സിഹറാത്തൊരു പ്രസംഗം ഞാൻ പറയുന്നത്. മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും നമ്മൾ ചോദിക്കുക. ഇതൊക്കെ നിർത്തിച്ച് ഉപകാരം പറഞ്ഞൂടെ? പറഞ്ഞിട്ട് ഒരു ഫുള്ളാതെ പറഞ്ഞു തോന്നിപ്പോൾ നമ്മൾ 99% അല്ലാത്ത പറയുന്നത് 1% ഇങ്ങനെ ചോദ്യം മാത്രമേ പറയുള്ളൂ, അല്ലാതെ പറഞ്ഞില്ല. എന്ത് ചെയ്ത സഹോദരങ്ങൾ? എണ്ണമറ്റ ഹദീസ് നിഷേധികൾ പടച്ചുണ്ടാക്കി എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റില്ല? ചേകന്നൂരിനെ നവോത്ഥാന നായകനാക്കി എന്നല്ലാതെ, സർവ്വമത സത്യവാദം CH മുസ്തഫാക്ക് അവതാരിക കൊടുത്ത ട്രഷറി ഇപ്പോഴും ട്രഷറായി തുടർന്നുവെന്നല്ലാതെ, അള്ളാഹുവിന്റെ സിഫാത്ത് നിഷേധിച്ച ആളുകൾ ഇപ്പോഴും പ്രസിഡന്റായി നിൽക്കുന്നുവെന്നല്ലാതെ, സഹോദരന്മാർ എന്ത് ചെയ്തു ഇത്രയും കാലം കൊണ്ട്? സംഗീതയും സിനിമയും മുജാഹിദ് ലേബലിൽ ഇവിടെ ഹലാലായി വ്യാപകമാക്കാൻ ശ്രമിച്ചുവെന്നല്ലാതെ വേറെ എന്താണ്ടായത്? മുജാഹിദ് സമ്മേളനത്തിൽ പോലും നാടകങ്ങളും അഭിനയങ്ങളുമാണ് അവിടേക്ക്. അപ്പോൾ സമ്മേളനം കഴിഞ്ഞാൽ സാധാരണ മുജാഹിദ് സമ്മേളനം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ശേഷിപ്പിലേക്ക് ചിലപ്പോൾ ഒരു പള്ളി വരും, അല്ലെങ്കിൽ അറബി കോളേജ് വരും, അല്ലെങ്കിൽ ആദ്യമൊക്കെ എന്തെങ്കിലും നല്ലൊരു പുതിയ ഒരു സംരംഭം ദഅവ സംരംഭം വരും. ഇവരിപ്പോൾ അവസാന സമ്മേളനം ഇപ്പോൾ കൊടുത്തെന്തായോ ഒരു ഓപ്പൺ ജിം. ഓപ്പൺ ജിം എന്ത് സമ്മേളനത്തിൻ്റെ ബാക്കി അതിന് സ്മരണയ്ക്ക് വേണ്ടി ഓപ്പൺ ജിം ആണിനും പെണ്ണും എല്ലാവർക്കും വന്ന് ഓപ്പണായിട്ട് ജിം നടത്തി പോകുന്ന സംവിധാനം. സ്ഥലം ഞാൻ പറഞ്ഞ പൈസ കൊടുക്കല്ലോ. ഇതാണ് 22 കൊല്ലം കൊണ്ട് ചെയ്തത്. സഹോദരൻ, ഒന്ന് ആത്മാർത്ഥമായി രാത്രിനാക്കി 22 കൊല്ലത്തെ ആയുസ് എന്ത്